ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് കമന്റുകൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചു, സർ ഫാർമസിയുടെ പ്രത്യേക വീഡിയോകൾ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തരണം, കാരണം നിങ്ങളും റാങ്കുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ ലൈവ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഫാർമസിയുടെ വിദ്യാർത്ഥികൾ അവരുടെ റാങ്ക് കമന്റ് ചെയ്തുകൊണ്ട് ഏത് കോളേജിൽ കിട്ടും, റാങ്ക് കട്ട് ഓഫ് എങ്ങനെയാണ്, അത് കീമിനെ പോലെ തന്നെയാണോ, ഓപ്ഷൻ രജിസ്ട്രേഷൻസ് എങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് സംശയങ്ങൾ സാധൂകരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ട് ഓരോരോ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്ക് അനുസരിച്ച്. അതോടൊപ്പം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോഴും ഫാർമസി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് വീഡിയോകളും എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളോടൊരു അഭ്യർത്ഥന, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ പ്രത്യേകിച്ച് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, യൂട്യൂബിൽ കീം എഞ്ചിനീയറിംഗ് അടിച്ചു കഴിഞ്ഞാൽ പല അക്കാദമികളുടെ പല യൂട്യൂബ് ചാനലുകളുടെ പലതരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഫാർമസി വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് വീഡിയോകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫാർമസി, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാർമസി കോളേജുകൾ ഏതൊക്കെയാണ്, അതിൽ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളോടൊപ്പം ഞങ്ങളും തുടരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വന്ന ഫാർമസി റാങ്ക് ഇനി ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ട ചില ഇൻപുട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഉണ്ട്, അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി 2024 കുറച്ച് ഡേറ്റ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഫാർമസി റാങ്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല മാറ്റമൊന്നും ഫാർമസിയെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യാറില്ല. അതിൽ തന്നെ വെയിറ്റേജ്, മറ്റേതിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വെയിറ്റേജ് 1:1:1 നിന്ന് 5:3:2 ഒക്കെ ആക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് +2 മാർക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നില്ല. പകരം നിങ്ങൾ കീം എഴുതിയത് ഫിസിക്സും കെമിസ്ട്രിയാണ്, അറിയാലോ. ആ കെമിസ്ട്രി മാർക്കിനെ 2.25 മൾട്ടിപ്പിൾ ചെയ്ത് പ്ലസ് ഫിസിക്സിന്റെ റോ സ്കോർ കൂട്ടിയിട്ട് വരുന്ന മാർക്കിനെ 2/3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സം സ്കോർ കിട്ടുന്നത്. ആ സ്കോർ വെച്ചിട്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇനി കാറ്റഗറി റാങ്ക് ലിസ്റ്റ്. കാറ്റഗറിയിൽ തന്നെ പല വിധത്തിലുള്ള ഈഴവ, DV, ധീരവ, അതുപോലെ തന്നെ മുസ്ലിം, OBC, SC, ST കാറ്റഗറി ലിസ്റ്റുകൾ കൂടി വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റാങ്ക് കട്ട് ഓഫ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഓരോ റാങ്ക് കിട്ടിയതിൽ നിന്ന് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഡേറ്റകൾ വെച്ചിട്ട് നമുക്ക് അത് തന്നെ നോക്കാം. കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളെ പോലെ തന്നെ ടോപ്പ് ഫാർമസി കോളേജുകളുണ്ട്. പ്രത്യേകിച്ച് ഫാർമസിയിലേക്ക് വരുമ്പോൾ ഈ ഗവൺമെന്റ് കോളേജുകളെക്കാളും ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ നിലവാരമുള്ള പല സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കൂടിയുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പ്രൈവറ്റ് കോളേജിലേക്ക് പോകുന്നതിനേക്കാൾ ഒരു ഇനിഷ്യേറ്റീവ് ഒരു പക്ഷേ സെൽഫ് ഫിനാൻസിംഗിലേക്ക് പോകുമ്പോൾ ഫാർമസി വിദ്യാർത്ഥികൾ എടുക്കുന്നത് പൊതുവെ ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ 2024 ഡേറ്റ ഞാനൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് പറയാം. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് കോളേജ് ഓഫ് ഫാർമസി പാലക്കാട് KTN കോളേജിൽ നമ്മുടെ BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ റൗണ്ട് 1 വന്നിരിക്കുന്ന റാങ്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് 15,567 ആണ്. റൗണ്ട് 2 21,521 ആണ്. ഇനി DV ധീരവ കാറ്റഗറി എന്ന് പറയുന്ന റൗണ്ട് 1 22,000 മുകളിൽ പോയിട്ടുണ്ട്, റൗണ്ട് 2 22,000 മുകളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞ റാങ്ക് ആയിരിക്കും, ചിലപ്പോൾ 20,000 താഴെ റാങ്ക് ആയിരിക്കും. പക്ഷേ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിസർവേഷൻ ഉണ്ട് എങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ടോപ്പ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസി സയൻസ് ചാലക്കുടി ഒരു മികച്ച കോളേജാണ്. അവിടുത്തെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് റൗണ്ട് 1 11,000 മുകളിൽ പോയിട്ടുണ്ട്, റൗണ്ട് 2 14,000 മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇതിനി ഗവൺമെന്റ് സീറ്റുകളിലേക്ക് വന്നാൽ എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ ഗവൺമെന്റ് സീറ്റുകളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, നമ്മുടെ ടോപ്പ് കോളേജ് അതാണല്ലോ. അത് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവിടെ ധീരവ കാറ്റഗറിക്ക് ലാസ്റ്റ് റൗണ്ടിൽ കിട്ടിയ റാങ്ക് എന്ന് പറയുന്നത് 2,247 ആണ്. അപ്പോൾ ഈ വർഷം ഒരു 3,500-നകത്ത് നിങ്ങൾ റാങ്ക് മേടിച്ചാൽ പോലും ഈ ഒരു ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടോപ്പ് ഫാർമസി കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് എങ്ങനെ ഉറപ്പിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ ആ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് കൂടി വന്നിട്ട്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ റാങ്ക് മാറാൻ പോകുന്നില്ല, കാറ്റഗറി ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ മുൻഗണനാ ക്രമം മാറും. നിങ്ങൾ ഒരു 4 എഞ്ചിനീയറിംഗിനെ വരുന്നുള്ളൂ, കാരണം നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തുകൊണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ ഫാർമസി കോളേജുകളെ ലിസ്റ്റ് ചെയ്യുക. അത് ഗവൺമെന്റ് ഫാർമസി കോളേജും അതുപോലെ തന്നെ B.Pharm വേണ്ടിയുള്ള അല്ലാത്ത പ്രൈവറ്റ് കോളേജുകളും. അതൊരു
16 ഇരുന്നോട്ടെ. ഇങ്ങനെ വന്നിട്ട് ഈ കോളേജുകളെ എടുത്തിട്ട് നിങ്ങളുടെ കാറ്റഗറി ജനറൽ ആണെങ്കിൽ ജനറൽ, സ്റ്റേറ്റ് മെറിറ്റ് അതുകൂടി വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ റാങ്കും അവിടുത്തെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ്, ഈ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ഫാർമസിയുടെ കാര്യം എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം എഞ്ചിനീയറിംഗിന് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റഡ് ഡേറ്റകൾ നമ്മുടെ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. പക്ഷേ ഫാർമസിയുടെ കാര്യം എടുക്കുമ്പോൾ റൗണ്ട് 2 അവസാനം വന്നിട്ടുള്ള റാങ്ക്, അതായത് നിങ്ങൾക്ക് റൗണ്ട് 1 റൗണ്ട് 2 സെപ്പറേറ്റ് റാങ്ക് എക്സാക്ട് കിട്ടാൻ പാടായിരിക്കും. ഇപ്പോൾ റൗണ്ട് 2 ഏറ്റവും അവസാനം ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ റാങ്ക് കട്ട് ഓഫ് നോക്കുക. അതും നിങ്ങളുടെ റാങ്ക് തമ്മിൽ വലിയ വ്യത്യാസമില്ല എങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് ഹോപ്പിനുള്ള കാര്യമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏത് കോളേജ് ഫാർമസി തിരഞ്ഞെടുത്തോട്ടെ അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, അതുപോലെ അവിടെ പഠിച്ചിറങ്ങിയവരുടെ അഭിപ്രായം എന്താണ്, അവിടെ ഇത്തരത്തിൽ റാങ്കിങ് ഉണ്ടോ, അവിടുത്തെ കോളേജിൻ്റെ ഓവറോൾ പെർഫോമൻസ്, ഇതെല്ലാം വെബ്സൈറ്റിൽ പോയി നോക്കാം, അല്ലാതെ ചോദിച്ചും അറിയാം. അതിനുശേഷം പോയി ചേരുക എന്നുള്ളതാണ്. ഇനി നീറ്റ് എഴുതിയ വിദ്യാർത്ഥികൾ, നീറ്റും കീമും കൂടി എഴുതി LBS, പാരാമെഡിക്കൽ കോഴ്സ് അങ്ങനെ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ അപ്ഡേറ്റുകൾ ചോദിക്കുന്നു. അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ കീം എഴുതി ഈ B.Pharm റാങ്ക് ലിസ്റ്റ് വന്ന് ഇനി ഫാർമസി അഡ്മിഷന് വേണ്ടി അതിൻ്റെയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് കുറച്ച് ഇൻസൈറ്റ്സ് ആണ്. ഇത് വലിയ ഫ്രൂട്ട്ഫുൾ ഡേറ്റ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു 5000-ഓ 6000-ഓ പോട്ടെ, നമ്മൾ ഈ പറഞ്ഞ പോലെ 20,000 റാങ്ക് വന്നാലും നിങ്ങൾക്ക് നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഫാർമസിയിൽ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം പലർക്കും കോളേജുകളെ കുറിച്ച് പോലും വലിയ ധാരണയില്ല. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ മികച്ച ഗവൺമെൻറ് കോളേജ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകൾ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി കൂടി ഫോളോ ചെയ്ത് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയയ്ക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.